നമസ്തേ, എല്ലാവർക്കും ദ മൈൻഡ് വെൽനസിൻ്റെ NPD സീരീസിലേക്ക് ഹാർദവമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ സൂസൻ കൗരത്ത്. നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് NPD, അതായത് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാളുടെ ജീവിതത്തിൽ നമ്മളിലേക്കുണ്ടാകുന്ന ട്രോമാസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നാണ്. നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് അവർ നമ്മുടെ ജീവിതത്തിൽ തരുന്ന ട്രോമാസിനും അതിൻ്റേതായ രീതിയിൽ ഇൻറ്റൻസിറ്റിക്ക് വ്യത്യാസം വരും. ഒരു നല്ല മാലിഗ്നൻ്റായിട്ടുള്ള നാർസിസിസ്റ്റ് തരുന്ന അനുഭവങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും. നമുക്കറിയാം, ഒരു ട്രോമ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവരുടെ നമ്മുടെ മൈൻഡിൽ വളരെയേറെ ഡീപ്പായിട്ടുള്ള സ്കാറുകൾ ഉണ്ടാക്കും. നമ്മളെ ടോട്ടലായിട്ട് ഡിസ്ട്രോയ് ചെയ്യാൻ അത് മതിയായിരിക്കും. നമ്മളിലേക്ക് പല രീതിയിലുള്ള സൈക്കോസോമാറ്റിക് ഇൽനെസ്സുകൾ ഫോം ചെയ്യും. നമ്മുടെ ചിന്താഗതികൾ, നമ്മളെ പറ്റിയുള്ള നമ്മുടെ കോൺഫിഡൻസ്, നമ്മുടെ സെൽഫ് എസ്റ്റീം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടിട്ട് നമ്മൾ എപ്പോഴും ഒരു സെൽഫ് ബ്ലെയിമിങ്ങും സെൽഫ് സബോട്ടേജും സെൽഫ് ഡിസീവിങ്ങും അങ്ങനെയൊക്കെയുള്ള രീതിയിലേക്ക് മാറുകയും പാനിക് അറ്റാക്കുകൾ, ആങ്സൈറ്റി അറ്റാക്കുകൾ, അതുപോലെ തന്നെ ഫോബിയാസ്, ഫിയർ, അങ്ങനെ ഡിപ്രഷൻ, അങ്ങനെ വളരെ നമ്മുടെ ലൈഫിലേക്ക് പല രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ട്രോമയിലൂടെ പോയവർ അവർ തന്നെ ഒരു നാർസിസിസ്റ്റ് ആകാൻ സാധ്യതയുണ്ട്. അവർ തന്നെ ഒരു ലേൺഡ് ഹെൽപ്ലെസ്നെസ്സിലൂടെ അവർ തന്നെ വീണ്ടും വീണ്ടും വിക്ടിം ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളുടെ ലൈഫിലേക്ക് വരുന്ന ട്രോമകൾ എങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ലേണിംഗ് പാത്വേസ്, നമ്മുടെ സിനാപ്സിസ് ഇതിൻ്റെ പാത്വേസിൻ്റെ ഫോർമേഷനുമായിട്ട് അത് കണക്റ്റഡ് ആണ്. നമ്മുടെ ലൈഫിൽ ഒരു കാര്യം നമ്മൾ റിപ്പീറ്റഡായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ എല്ലാ പ്രാവശ്യവും ഒരു ഇമ്പൾസ് നമ്മുടെ തലയിലേക്ക് കൂടെ പാസ് ചെയ്യുമ്പോൾ അതൊരു ട്രേസ് പോലെ നമ്മുടെ തലയിൽ അവർ ന്യൂ സിനാപ്സിസ് ഫോം ചെയ്തിട്ട്, ന്യൂറൽ കണക്ഷൻസ് ഫോം ചെയ്തിട്ട് അതങ്ങനെ ഒരു ട്രേസ് പോലെ ഇരിക്കും. ബ്രെയിൻ അത് വലിയ കാര്യമായിട്ട് എടുക്കത്തില്ല. സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങളെയൊക്കെ ബ്രെയിൻ അങ്ങനെ വിടും. പക്ഷെ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്താൽ ബ്രെയിൻ നമ്മുടെ മൈൻഡ് ഒന്നുകൂടെ ശ്രദ്ധിക്കും. അങ്ങനെ അത് റിപ്പീറ്റഡായിട്ട് വരുമ്പോൾ അത് ബിക്കം അവർ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡേറ്റ ഹൈവേ പോലെ നമുക്ക് വരകളായിട്ട് ഇങ്ങനെ വരും. വരകൾ പോലെയാണ് ഓരോ ലേണിങ്ങും. എനിക്ക് തോന്നുന്നു നമ്മുടെ പണ്ടുള്ളവരൊക്കെ പറയത്തില്ല, ഒരാളുടെ തലവര പോലെയാണ് അവൻ്റെ ജീവിതം വരിക എന്ന് പറയുന്നത്. അതായിരിക്കാം. അങ്ങനെ നമ്മുടെ തലകളിൽ പല 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 വരകളുണ്ട്. ഒരു ട്രോമ സംഭവിച്ചു കഴിഞ്ഞാൽ വളരെ ഡീപ്പായിട്ടുള്ള സ്കാറുകളാണ് നമ്മുടെ ബ്രെയിനകത്തുണ്ട്, നമ്മുടെ മൈൻഡിൽ, നമ്മുടെ ബ്രെയിനകത്തുണ്ടാകുക. അപ്പോൾ ആ സ്കാറുകൾ അത്രയും ഡീപ്പായിട്ടുള്ളത് ഭയങ്കരമായിട്ട് നമ്മളെ പെയിൻ ക്രിയേറ്റിംഗ് ആയിരിക്കും. അപ്പോൾ ആ ട്രോമാസ് നമ്മളെ ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ നമ്മളെ ഹോണ്ട് ചെയ്യുന്നതായിരിക്കാം. നമ്മളുടെ റിലേഷൻഷിപ്സിനെ അത് അഫക്റ്റ് ചെയ്യും, നമ്മളുടെ ഫങ്ഷണാലിറ്റീസിനെ അത് അഫക്റ്റ് ചെയ്യും. നമ്മുടെ കരിയർ, നമ്മുടെ സ്റ്റഡീസ്, നമ്മുടെ റെഗുലറായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അത് നമ്മളെ അഫക്റ്റ് ചെയ്യും. ചിലരൊക്കെ വളരെ പ്രായമായി കഴിഞ്ഞും പറയാറുണ്ട് അവർക്ക് ചെറുപ്പകാലത്തുണ്ടായ ചില സെക്ഷൽ അബ്യൂസസ്, അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ അവർ കടന്നുകൂടിയിട്ടുണ്ട് ചില പ്രയാസങ്ങൾ, അവർ വിറ്റ്നസ് ചെയ്തിട്ടുള്ള അവരുടെ പേരൻസുകൾ തമ്മിലുള്ള ഇതുപോലുള്ള അബ്യൂസീവായിട്ടുള്ള റിലേഷൻഷിപ്സ്, ഇതെല്ലാം അവരിലേക്ക് വളരെയേറെ വലിയ ട്രോമാസാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫ്, ഒരു ട്രോമ തെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത് തന്നെ വളരെയേറെ, ഞാൻ പറയും, അത്രയേറെ ഡീപ്പായിട്ട് അത്രയും ബുദ്ധിമുട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഒരു ട്രോമ തെറാപ്പിസ്റ്റ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ട്രോമയിലൂടെ പോയ ഒരാളെ അതിൽ നിന്ന് പിടിച്ച് സ്വന്തം ജീവിതത്തെ റീഗെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അവരെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരു തെറാപ്പിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ശ്രമകരമായ ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒത്തിരി നല്ല ട്രോമ തെറാപ്പിസ്റ്റുകളുമുണ്ട്. NPDയുടെ കാര്യത്തിലെ ട്രോമ എന്ന് പറയുന്നത് പല രീതിയിൽ നമുക്കതിനെ അസസ് ചെയ്യാൻ പറ്റണം. അതിൻ്റെ ലെവൽ, അതിൻ്റെ നേച്ചർ, അതിൻ്റെ ഇൻറ്റൻസിറ്റി, അത് ആ ഒരു വ്യക്തിയിൽ ഉണ്ടായേക്കുന്ന പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, ജീവിതത്തിലെ പല പ്രശ്നങ്ങൾ. ചിലരൊക്കെ അവർക്ക് ചിലപ്പം
നമ്മുടെ കട്ടിലേന്ന് പോലും എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാകുന്നവരുണ്ട്. അതുപോലെ തന്നെ ഈ ടിക്സിൻ്റെയൊക്കെ പല ഫോമിലേക്ക് അവർ പോകുന്നുണ്ട്. അവരുടെ ന്യൂറോളജിക്കൽ സിസ്റ്റത്തെ തന്നെ അവരൊരു സൈക്കോസൊമാറ്റിക് രീതിയിൽ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരാറുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഇമോഷണൽ സ്റ്റേറ്റ് എല്ലാം മാറുന്നു, പാനിക് അറ്റാക്ക്, ഇങ്ങനെ പല രീതിയിലുള്ള കാര്യം. ഇനി അവർ നല്ലൊരു പാട്ടുകാരിയോ പാട്ടുകാരനോ ആയിരിക്കാം, അവർക്കൊരിക്കലും പിന്നെ പാടാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. അവർ നല്ലപോലെ ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്ന ഒരാളായിരിക്കാം, അയാൾക്കതൊന്നും എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. കൈയും കാലും ഒക്കെ വിറയ്ക്കുന്നു അവർക്കൊരു കാര്യം ചെയ്യാനായിട്ട്. നല്ലൊരു സർജനായിരിക്കാം, ആ സർജറിയിലേക്ക് അയാൾക്ക് ചെയ്യാനായിട്ട് പേടി വരുന്നു, അയാൾക്ക് ആ കത്തിയൊന്നും എടുക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. നല്ല ഫുട്ബോളറായിരിക്കാം. അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മളൊരു അച്ചീവ് ചെയ്യുന്ന ആളായിരിക്കാം. പക്ഷേ ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാളുടെ കൂടെ ജീവിക്കുമ്പോൾ ട്രോമ ചെറുതും വലുതും നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ആ ട്രോമയിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ മൈൻഡിൽ ഈ സ്കാറുകൾ വീഴുമെന്നുള്ളത് കൊണ്ട് തന്നെ അത് നിങ്ങൾ തിരിച്ചറിയണം. അത് തീർച്ചയായിട്ടും വീഴും, വീഴാതിരിക്കുന്ന ഒരു കാരണവശാലും അത് വീഴാതിരിക്കില്ല. അത് ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ അങ്ങ് മറന്നു കളഞ്ഞാൽ എന്താ ഇത്ര കുഴപ്പം, അതങ്ങ് വിട്ടേക്കൂ എന്ന് പറയും. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഒരു കാര്യത്തെ മറന്നാൽ, ഇപ്പം നിങ്ങളുടെ ഹസ്ബൻഡോ നിങ്ങളുടെ വൈഫ് ആരുമായിട്ട്, നിങ്ങളുടെ അമ്മ അച്ഛൻ, ഒരു നാർസിസിസ്റ്റിക് ആയിട്ടുള്ളൊരു പേഴ്സൺ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ നിങ്ങൾ വിചാരിക്കുകയാണ് മറന്നു കളയൂ, അത് റിമൂവ് ചെയ്യൂ എൻ്റെ മൈൻഡിൽ നിന്ന്, എനിക്കതിനി ഓർക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ആ മനുഷ്യൻ വീണ്ടും അത് ചെയ്യുന്നതിനെ നിങ്ങൾക്ക് പുതിയൊരു അനുഭവമായിട്ട് നിങ്ങളതിനെ എടുക്കും. ഇവിടെ പഴയ ഒരു കാര്യമില്ലെങ്കിൽ എനിക്ക് റെഫർ ചെയ്യാനായിട്ടൊരു സംഭവമില്ല. റെഫറൻസിങ്ങിന് വേണ്ടിയിട്ടാണ് മൈൻഡ് അതിനെ കീപ്പ് ചെയ്യുന്നത്. മൈൻഡിൻ്റെ മെമ്മറി ചെയ്യും, ഇന്നയാൾ അബ്യൂസീവാണ്, ഇന്നയാൾ ഇന്ന കാര്യം ചെയ്യും, നിനക്ക് ഇയാൾ അബ്യൂസീവായിട്ടുള്ള പ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്ന് നമ്മളെ ഓർപ്പിക്കാനായിട്ട് മൈൻഡ് അത് ഓർപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ആ വ്യക്തിയെ കാണുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ നിന്ന് ഇത് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ലൈറ്റപ്പ് ആവും. ഇങ്ങനെ അയാളെ കാണുമ്പോൾ തന്നെ ആ പെർട്ടിക്കുലർ പാത്ത് വേ ഇങ്ങനെ തുറന്നിട്ട് പറയും, ദിസ് ഇസ് വാട്ട് യു ക്യാൻ എക്സ്പെക്ട് ഫ്രം ദിസ് പേഴ്സൺ എന്ന് പറയും. ഇയാളിൽ നിന്ന് എനിക്ക് ഇതാണ് പ്രതീക്ഷിക്കാവുന്നത്. അല്ലെങ്കിൽ ഒരു ഇവൻ്റ് ചെല്ലുമ്പം ഏതെങ്കിലും സിറ്റുവേഷനിൽ ഇതാണ് എൻ്റെ അനുഭവം, ഇതാണ് എൻ്റെ ബിലീഫ് എന്നും പറഞ്ഞാൽ അത് നമ്മളെ ഓർപ്പിക്കും. എന്തിനാണെന്നറിയാവോ, അതിലൂടെ കടന്നുപോയ പെയിൻ ആണെന്നും അങ്ങനെ പോകാതെ നമ്മളെ സംരക്ഷിക്കണമെന്നും നമ്മുടെ മൈൻഡ് നമ്മളോട് പറയുന്നതാണത്. ഇത് നിനക്ക് ഇനി പെയിൻ തരും, ഇത് നിനക്ക് വേദന തരും, നീ അത് ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് വേദന കിട്ടും എന്ന് പറയാൻ വേണ്ടിയിട്ട് മൈൻഡ് കീപ്പ് ചെയ്യുന്നതാണ്. അപ്പം നമ്മളോട് സാധാരണ പലരും പറയുന്ന പോലെ മറന്നുകള പഴയതൊക്കെ പോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു റെഫറൻസിങ് സിസ്റ്റം ഇല്ല അവിടെ. അപ്പോൾ നമുക്കൊരു കാര്യം, വേദനാജനകമായ ഒരു കാര്യം നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മൈൻഡ് കീപ്പ് ചെയ്താൽ മാത്രമേ നാളെ എനിക്ക് ആ പെയിനിൽ നിന്ന് മാറാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒന്നിനെ മറന്നു കളയുക അല്ല നമ്മൾ ചെയ്യേണ്ടത്. പകരം നമ്മൾ എന്ത് ചെയ്യണം, ആ വ്യക്തി എങ്ങനെയുള്ളതാണെന്ന് എൻ്റെ മൈൻഡിൽ വന്നിരിക്കുന്ന ആ ആയിട്ടുള്ള ഇൻഫർമേഷൻ, എനിക്ക് വളരെ പെയിൻ ഉണ്ടായിരിക്കും, അതിനെ എടുത്തിട്ട് ഒന്ന് അനലൈസ് ചെയ്തിട്ട് എനിക്ക് ആ ഇവൻ്റ് ഇനി ഹാപ്പൻ ചെയ്യണ്ട, എനിക്കിനി അത് ഹാപ്പൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും ആ എക്സ്പീരിയൻസിനെ നമ്മുടെ റെഫറൻസ് സിസ്റ്റത്തിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് കൊണ്ട് വെക്കുകയുമാണ് വേണ്ടത്. അപ്പം ഒരു വ്യക്തിയെ കാണുമ്പോൾ ഇയാളെ സൂക്ഷിക്കൂ. നമ്മളെപ്പോഴും പറയത്തില്ലേ, നമുക്ക് ചിലപ്പോൾ വേറൊരാളുടെ അനുഭവത്തിൽ നിന്നായിരിക്കും നമ്മൾ വിടുന്നതിൻ്റെ ഈ വ്യക്തിയെ സൂക്ഷിച്ചോളൂ, അയാൾ അത്ര ശരിയായിട്ടുള്ള ആളല്ല എന്നുള്ളത് നമ്മളോട് പറയുമ്പോൾ നമ്മളത് ബ്രെയിനെ സൂക്ഷിച്ചിട്ടോ ഇന്നയാൾ, അയാളെ എനിക്ക് ട്രസ്റ്റ് ചെയ്യാം, ഞാൻ ട്രസ്റ്റ് ചെയ്യുന്ന ഒരാൾ എന്നോട് പറഞ്ഞു ഇന്നയാളെ ഒന്ന് സൂക്ഷിച്ചോളൂ എന്ന്, ഓക്കെ ലെറ്റ് മീ ജസ്റ്റ് ബി കെയർഫുൾ. അപ്പോൾ അതെൻ്റെ മൈൻഡ് എനിക്ക് തന്നില്ലെങ്കിൽ നമ്മളിപ്പോൾ പറയണം, നമ്മളൊരു കാര്യം, നമുക്കൊരു കത്തിയെടുത്ത കൈ എൻ്റെ കൈ ഒന്ന് മുറിഞ്ഞിട്ടുണ്ട് കത്തിയെടുത്തപ്പോൾ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അതെൻ്റെ ഓർമ്മയിലുണ്ട്. കത്തിയെടുക്കുമ്പോൾ ആ ഓർമ്മ എൻ്റെ മൈൻഡ് എനിക്ക് തരും, കൈ മുറിഞ്ഞതാണ്, പാടുണ്ട്, കൈ മുറിയുമേ എന്നിങ്ങനെ തരും. ഇപ്പോൾ വാണിംഗ് ആണ്. അപ്പോൾ ഐ വിൽ ബി വെരി കെയർഫുൾ വിത്ത് ദ കത്തി അല്ലേ. അതല്ലെങ്കിലോ എനിക്ക് കത്തി, അത് ഞാനങ്ങ് മറന്നു. ഞാൻ എൻ്റെ മൈൻഡോട് പറയാം, വേദന എടുക്കുന്ന ഒന്നും എന്നെ ഓർപ്പിക്കണ്ട, വേദന വന്നതെല്ലാം എനിക്ക് മറന്നേക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കത്തി എടുക്കുമ്പോൾ ഞാൻ മറന്ന്, എനിക്ക് വേറൊന്നുമില്ല റെഫറൻസ് ചെയ്യാനായിട്ട്. ഞാൻ ആ കത്തി എടുത്ത് വീണ്ടും കട്ട് ചെയ്യും, വീണ്ടും മുറിയും. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ ഇങ്ങനെ പ്രശ്നത്തിലൂടെ പോകും. അതിന് പകരം പ്രശ്നമുള്ളൊരു കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ട്രോമ എനിക്കുണ്ടാകുന്നു, ട്രോമയിൽ നിന്ന് ആദ്യം മാറി നിൽക്കാനായിട്ട് നോക്കുക. നമ്മളായിട്ട്
നമ്മളെ ട്രോമയിലേക്ക് ഇടരുത്. ഒരു നാർസിസിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാളുടെ കൂടെ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ്ലി നിങ്ങളെ ട്രോമയിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ട്രോമയെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള അത് രീതിയിലുള്ള ബൗണ്ടറി സെറ്റ് ചെയ്ത് എനിക്ക് ട്രോമയിലേക്ക് പോകാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല, ഐ വിൽ നോട്ട് എൻ്റർ ഇൻ ടു എനി കൈൻഡ് ഓഫ് ട്രോമാസ് വിത്ത് ദിസ് പേഴ്സൺ എന്ന് പറഞ്ഞ് ജീവിക്കാനുള്ള രീതിയിലുള്ളൊരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. അതല്ലാതെ നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി ഇവർ നമുക്ക് തരുന്ന അനുഭവങ്ങളെല്ലാം തന്നെ, ഈവൻ നമുക്കൊരു ലവ് ബോംബിങ് തന്നാൽ തന്നെ അടുത്ത് വരുന്ന അബ്യൂസ് എന്ന് പറയുന്നത് ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞും മറിഞ്ഞും നമുക്കിത് കിട്ടുമ്പോൾ അത് തന്നെ നമുക്കൊരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ്. നമ്മൾ പറയും അന്നേരം സ്നേഹിച്ച ആളെന്താ ഇപ്പം ഇങ്ങനെ ചെയ്യുന്നത് എന്നോട്, അത് തന്നെ ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. അപ്പം ഒരു വ്യക്തിയിൽ നിന്ന്, ഈ നാർസിസിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആളിൽ നിന്ന് എനിക്കുണ്ടാകുന്ന ട്രോമാസിനെ എനിക്ക് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് എൻ്റെ കൂടെ താമസിക്കുന്ന ഈ നാർസിസിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾ ഏതൊക്കെ ലെവലിലുള്ള ട്രോമാസ് എനിക്ക് തരും എന്നുള്ളത് നമുക്കറിയണം. അങ്ങനെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ എനിക്ക് അനുഭവിച്ച ട്രോമാസിനെ ഞാൻ അനലൈസ് ചെയ്യുകയും, അത് തീർച്ചയായിട്ടും അതൊരു സ്വയമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ട്രോമയെ അനലൈസ് ചെയ്ത് അതിനെ ഒരു റെഫറൻസ് സിസ്റ്റത്തിലേക്ക് മാറ്റുക എന്ന് പറയുന്നത്. പക്ഷേ അതിനകത്ത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ വളരെ ഒത്തിരി ഡീപ്പായിട്ടുള്ള നല്ല ഹേർട്ട്ഫുൾ ആയിട്ടുള്ള ട്രോമാസ് അല്ലെങ്കിൽ അത് നമ്മെ വേറെ ഏതെങ്കിലും വിധത്തിലുള്ള ഡിസബിലിറ്റീസിലേക്ക് കൊണ്ടുപോയിട്ടില്ല എന്നുണ്ടെങ്കിൽ, വേറെ ഏതെങ്കിലും ഒരു സൈക്കോളജിക്കലി അല്ലെങ്കിൽ ഫിസിക്കലി നമുക്ക് എന്തെങ്കിലും വേറെ ഏതെങ്കിലും ഡിസബിലിറ്റീസിലേക്ക് നമ്മളെ കൊണ്ടുപോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ട്രോമാസിനെ നമ്മൾ വരുമ്പോൾ തന്നെ അതിനെ അനലൈസ് ചെയ്യുക. എന്നിട്ട് ആ ട്രോമയിൽ നിന്ന് ലേണിംഗ് എടുക്കാനുള്ളത് എടുത്തിട്ട് ബാക്കി കാര്യത്തെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കാർഡ് ചെയ്ത് റിമൂവ് ചെയ്ത് കളയണം നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന്. പക്ഷേ ഒരു കാരണവശാലും അതുണ്ടായ സാഹചര്യങ്ങളും ഉണ്ടായ വ്യക്തിയും അതെനിക്ക് തന്ന ലേണിങ്ങും, ദ കീ ലേണിംഗ് ഫ്രം ആൻ എക്സ്പീരിയൻസ്, എസ്പെഷ്യലി എ ട്രോമാറ്റിക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് അതിനി അങ്ങനെ ഒരു സംഭവം നമ്മുടെ ലൈഫിൽ ഉണ്ടാകാനേ പാടില്ല എന്നുള്ള രീതി. ഞാൻ നാർസിസിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുടെ കൂടെ ജീവിക്കുന്നവരുടെ കാര്യമാണ് പറഞ്ഞത്. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് എനി അതർ ട്രോമാസ് ത്രൂ എ ഡിസീസ് ഓർ അത് ഇൽനെസ് വഴിയോ അല്ലെങ്കിൽ അപകടം വഴിയോ അങ്ങനെ വഴി വരുന്ന ഒരു ട്രോമയെ പറ്റിയേ അല്ല ഞാനിവിടെ സംസാരിക്കുന്നത്. ഞാൻ പ്യോർലി സംസാരിക്കുന്നത് നാർസിസിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു വ്യക്തിയുടെ കൂടെ ജീവിക്കുമ്പോൾ കിട്ടുന്ന ട്രോമാറ്റിക് എക്സ്പീരിയൻസസിനെ പറ്റിയാണ്. അങ്ങനെയുള്ള ട്രോമാറ്റിക് എക്സ്പീരിയൻസസ് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തിരിച്ചറിയുകയും അതിനുള്ള സാഹചര്യത്തിലേക്ക് നിങ്ങളായിട്ട് പോകാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ നോക്കേണ്ട കാര്യം. നമ്മൾ ആ ലവ് ബോംബിങ് അല്ലെങ്കിൽ നല്ല രീതിയിലിരിക്കുന്ന ഒരു നാർസിസിസ്റ്റ്, അത്ര വലിയ കുഴപ്പമില്ലാത്ത ആ സ്പെക്ട്രത്തിൻ്റെ ഇങ്ങേ അറ്റത്ത് വരുന്ന നാർസിസിസ്റ്റുകളുമായിട്ട് നമ്മൾ ഡീല് ചെയ്യുമ്പോൾ വളരെ ക്ലിയർ ആയിട്ടായിരിക്കണം വാട്ട് കൈൻഡ് ഓഫ് എ ഹേർട്ട് ഓർ ട്രോമ ദിസ് പേഴ്സൺ ക്യാൻ ഗിവ് ഇറ്റ് ടു മീ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയേണ്ട കാര്യമാണ്. എന്തായാലും നമ്മൾ അവരുടെ കൂടെ ജീവിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ പെർട്ടിക്കുലർ പേഴ്സൻ്റെ ഒരു എക്സ്ട്രീം എവിടാണ് എന്നുള്ളത് നമുക്കറിയണം. അപ്പോൾ അതിൽ നിന്ന് വരാവുന്ന കാര്യങ്ങളെ നമുക്ക് ഇതുവരെ അനുഭവിച്ച കാര്യങ്ങളെ സോർട്ട് ചെയ്യുകയും അത് മനസ്സിലിട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാവും. അതിനെ നമുക്ക് മറന്നു കളയാനും പറ്റത്തില്ല. കാരണം വീണ്ടും ആ ട്രോമ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ആ ട്രോമയെ എടുത്തിട്ട് അനലൈസ് ചെയ്തിട്ട് കീ ലേണിംഗ് മാത്രം എടുക്കുക. എങ്ങനെ ഇനി ഞാൻ പെരുമാറണം, അത് വരാതിരിക്കാൻ ഞാൻ എങ്ങനെ നോക്കണം, എങ്ങനെയാണ് എനിക്കിതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുക, എനിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുക, എൻ്റെ വൾണറബിൾ ആയിട്ടുള്ള എൻ്റെ കുട്ടികളോ പേരൻസോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിലേക്ക് വളരെ വിജിലൻ്റ് ആയിട്ട് തന്നെ നമ്മളിരുന്നാൽ മാത്രമേ ഈ ട്രോമയെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതും ഞാൻ പറഞ്ഞു, വളരെയേറെ നിങ്ങളെ തകർത്ത് കളഞ്ഞിരിക്കുന്ന ട്രോമയാണെങ്കിൽ നിങ്ങൾക്കത് ചെയ്യണമെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിൻ്റെ ഹെൽപ്പ് തീർച്ചയായിട്ടും അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക തന്നെ വേണം. പക്ഷെ അതല്ലാതെ നമ്മളിൽ ഉണ്ടാകുന്ന ചെറുതും കുറച്ചൊക്കെ ഇതായിട്ടുള്ള ട്രോമാസിനെ അനലൈസ് ചെയ്യുകയും അതിൻ്റെ കീ ലേണിംഗ് എടുക്കുകയും ബാക്കിയെ മാറ്റുകയും ഇനി അത്രയൊരു ട്രോമ എൻ്റെ ലൈഫിൽ വരാതിരിക്കാൻ വേണ്ട പ്രിക്കോഷൻസ് ഞാൻ കറക്റ്റായിട്ട് എടുക്കുകയും ചെയ്തുകൊണ്ട് വേണം നമ്മൾ നമ്മുടെ ഒരു നാർസിസിസ്റ്റിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ട്രോമാസിനെ ഹാൻഡിൽ ചെയ്യാൻ. കാരണം നാർസിസിസ്റ്റ് എപ്പോഴും റിപ്പീറ്റ് ചെയ്യും ചില കാര്യങ്ങൾ, നമ്മളെ അബ്യൂസസ്. അപ്പോൾ നമുക്കറിയാം അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കാനുള്ളത് നോക്കണം. അതുപോലെ തന്നെ നമ്മൾ അറിയേണ്ട വേറൊരു കാര്യമാണ്, ഒരു അബ്യൂസ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര വർക്ക് ചെയ്യുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അടുത്ത ലെവലിലുള്ള അബ്യൂസസിലേക്കായിരിക്കും അവർ കയറുക. അപ്പം ട്രോമ വിൽ ബി മോർ.
അങ്ങനെ അവർ ആ ഒരു രീതിയിലുള്ള അബ്യൂസസിനെ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ഇപ്പോഴുള്ള അബ്യൂസ്, ഇനി കൂടി വരാനുള്ള അബ്യൂസ്, ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കുകയും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ ചെയ്യുകയും ചെയ്യണം. ഇതുവരെയുള്ള ട്രോമാസിനെ നിങ്ങൾ ഡീൽ ചെയ്യുക, നിങ്ങൾ ഇതുപോലെ അനലൈസ് ചെയ്ത് അതിനെ പതുക്കെ മാറ്റുക. ഇനി അഥവാ ഡീപ്പർ വൂണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഹെൽപ്പ് സീക്ക് ചെയ്ത് അതിനെ റിമൂവ് ചെയ്യുക. ഇനി ഉണ്ടാകാൻ സാധ്യതയുള്ള അബ്യൂസസിൽ നിന്നും ആ ട്രോമയിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം അറിയുക, നിങ്ങളുടെ മൈൻഡ് തീർച്ചയായിട്ടും ഈ അനുഭവങ്ങളെ കീപ്പ് ചെയ്യുന്നൊരു മൈൻഡാണ്. അത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഇനി നമുക്ക് ഈ ട്രോമാസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ചില മെഡിറ്റേഷൻസ്, മൈൻഡ്ഫുൾനെസ്, ഇതൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ അവരുടെ പല രീതിയിലുള്ള അബ്യൂസസ് ടെക്നിക്സുകളെ മനസ്സിലാക്കുകയും ചില കാര്യങ്ങൾ അവരങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് അക്സെപ്റ്റ് ചെയ്യുകയും അതിനകത്തേക്ക് കൂടുതൽ കണക്ടിവിറ്റി നമ്മൾ കൊടുക്കാതിരിക്കുകയും ഇനി നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാകുന്ന നമ്മളെ വളരെ മനസ്സിനെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന കാര്യങ്ങളെ നമുക്ക് പോയി തുറന്ന് പറയാനായിട്ട് നമ്മുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ നമ്മളെ അറിയുന്ന അല്ലെങ്കിൽ നമുക്ക് അത്രയേറെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നവരോട് അത് ഷെയർ ചെയ്യുകയോ ചെയ്യുക. ചില സ്ഥലങ്ങളിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിറ്റാച്ച്മെൻറ്റ് തന്നെ നിങ്ങൾ പോകേണ്ടതായിട്ട് വരും. നോ കോണ്ടാക്റ്റിലൊക്കെ പോകേണ്ടതായിട്ട് വരും. അതൊക്കെ നിങ്ങൾ കണ്ടറിഞ്ഞ് നിങ്ങളെയാണ് നിങ്ങൾ ട്രോമയിൽ നിന്ന് രക്ഷിക്കേണ്ടത്. അപ്പോൾ ഇതുവരെയുള്ള ട്രോമയെ നിങ്ങൾക്ക് അങ്ങനെ അനലൈസ് ചെയ്ത് ഹാൻഡിൽ ചെയ്യാം. ഇനി വരാതിരിക്കാനും നിങ്ങൾ നിങ്ങളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണം. കാരണം ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് തീർച്ചയായിട്ടും പെയിൻ കൊടുക്കും. ആ പെയിൻ പല ലെവൽസിലുള്ള ട്രോമാസ് ആയിട്ട് നമ്മുടെ മൈൻഡിൽ നമ്മളെ അഫക്റ്റ് ചെയ്യും. ചിലപ്പോൾ ചെറിയ ട്രോമാസ് റിപ്പീറ്റഡായിട്ട് വരുന്നതായിരിക്കും. അത് അക്യുമുലേറ്റ് ചെയ്ത് പല തുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ ചെറിയ ട്രോമാസ് അക്യുമുലേറ്റ് ആയിട്ട് നമുക്ക് ഭയങ്കരമായിട്ടുള്ള വലിയ ഇതായിട്ടുള്ള ഇത് വരും. ചിലത് അത്രയും ഡാമേജിങ് ആയിട്ടുള്ള ഹിറ്റായിരിക്കും നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ അതെല്ലാം ശ്രദ്ധിക്കുകയും നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യണം. നമ്മൾ ഈ നാർസിസിക് വിക്ടിം തെറാപ്പിയിലെല്ലാം അങ്ങനെ ആ രീതിയിലുള്ള നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഏറ്റവും നന്നായിട്ട് ജീവിക്കാനുള്ള രീതിയിലുള്ള തെറാപ്പീസാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലും നിങ്ങൾക്ക് അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തെറാപ്പീസ് സീക്ക് ചെയ്യുക. ചെറിയ ചെറിയ മൈനറായിട്ടുള്ള ട്രോമാസിനെയൊക്കെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന രീതിയാണ് ഞാനിവിടെ പറഞ്ഞു തന്നത്. അപ്പോൾ അവിടെ നമ്മൾ ചിലർ പറയാറുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നു, ദൈവത്തിൽ ആശ്രയിക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ വന്നു, എനിക്ക് എൻ്റെ ട്രോമാസിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നു എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ നിങ്ങളുടെ മൈൻഡിലെ ട്രോമാസിനെ നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കില്ല, അതിനെ റിലീസ് ചെയ്ത് കളയുക തന്നെ വേണം. പിന്നെ ചിലപ്പോൾ നമ്മളൊരു ഈ പ്രാർത്ഥന അതുപോലുള്ള ഇങ്ങനത്തെ കാര്യത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ട്രോമയെ നമുക്ക് തോന്നും നമ്മൾ മാറ്റുകയാണ് എന്ന് തോന്നും. പക്ഷേ പലപ്പോഴും ആ ട്രോമയെ നമ്മുടെ മുകളിലേക്ക് എടുത്തിട്ട് നമ്മൾ പറയുന്നത് അത് ഞാൻ ദൈവത്തിന് കൊടുക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ ഒരു ആക്ട് ഒന്നും ചെയ്യുന്നില്ല. പകരം നമ്മുടെ മൈൻഡിനെ നമ്മളിങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്, ഞാനത് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ആ ട്രോമ കണ്ടിന്യൂസ്ലി യു ആർ ഹാവിങ്. അപ്പോൾ നമുക്ക് ഈ രീതിയിലുള്ള ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നു, ഞാൻ അങ്ങനെ ഇരിക്കുന്നു, ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് പുറത്ത് കിടക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഫുൾ ഓഫ് ചിലപ്പോൾ നമ്മുടെ കരിയർ, നമ്മുടെ ലൈഫിൻ്റെ പ്രോഗ്രസ്, നമ്മുടെ ഇതെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ ഒരു റുട്ടീനിലേക്ക് പോകും. ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാനത് കൊടുക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാനത് കൊടുക്കുന്നു, ഞാനത് പ്രാർത്ഥിക്കുന്നു, ഞാനത് കൊടുക്കുന്നു. അപ്പം നമ്മൾ പറയും എനിക്ക് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ജീവിതം കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ ചില അഡിക്ഷൻസ് പോലെയാണ്. അങ്ങനെയല്ല നമ്മളൊരു ട്രോമയെ ഡീൽ ചെയ്യേണ്ടത്. ട്രോമയെ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് റിമൂവ് ചെയ്ത് വിടാനായിട്ട് പറ്റണം. വീണ്ടും നമ്മുടെ സിസ്റ്റത്തിലേക്ക് ആ ട്രോമ വരാതെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും പറ്റണം. അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോഴാണ് നമുക്ക് ലൈറ്റ് മൈൻഡഡ് ആയിട്ടും ഹാപ്പി ആയിട്ടും നമ്മുടെ ലൈഫിനെ അറിഞ്ഞ് ജീവിക്കാനായിട്ട് നമുക്ക് പറ്റുക. അങ്ങനെ ഏറ്റവും മനോഹരമായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും അവകാശമുണ്ട്. എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുക തന്നെ ചെയ്യണം. നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അങ്ങനെ ജീവിക്കാൻ നമ്മെ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. Hope you like my videos. To know more about me, you can visit my website www.drsusankoruthu.com. Make sure you follow me on other social media platforms. The links are given in the description below.